യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതിനുള്ള കുറുക്കു വഴികളാണ് ഞങ്ങളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആന്റി പറഞ്ഞില്ലെങ്കിലും മാനസയുടെ അമ്മ അവളെ ചിലപ്പോൾ വഴക്കു പറഞ്ഞിട്ടുണ്ടാവും. എത്രയായാലും സ്വന്തം മകള് ഒരു ബന്ധമില്ലാത്ത എന്നെ പരിചരിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ. എനിക്കെന്തോ ഇതുവരെ അങ്ങനെയും തോന്നിയിട്ടില്ല. ചിലപ്പോ മനസ്സിൽ കാണുമായിരിക്കും. സൂര്യക്കറിയാലോ, ഒരു കാര്യത്തിലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഇവിടെ എന്നെ മാനസ തോൽപ്പിച്ചു കളഞ്ഞു. എല്ലാവരും ഉള്ള എനിക്കൊരാവശ്യം വന്നപ്പോ ഒരു പരിചയമില്ലാത്ത മാനസ്യ ഉപകാരപ്പെട്ടത്. അത് പിന്നെ ഭാവനയുടെ വീട്ടുകാർക്ക് ഭാവനയെ നോക്കാൻ ഒരു അവസരം കൊടുക്കാത്തോണ്ടല്ലേ? അല്ലെങ്കിൽ അവർ തന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയില്ലേ. ഇപ്പൊ തന്നെ അമ്മ വല്ലതും പറയുന്നത് പേടിച്ചിട്ട്, അല്ലെങ്കിൽ ദിവസവും തന്നെ ഇവിടെ വന്ന് പരിചരിക്കാൻ ആന്റിയോ മറ്റോ ഇവിടെ വരുമായിരുന്നു. ഒരു പരിചയമില്ലാത്ത എത്രയോ പേഷ്യൻസിനെ താൻ ഇതുപോലെ പരിചരിച്ചിട്ടില്ലേ? അതിനൊക്കെ ഞാൻ കൃത്യമായിട്ട് ശമ്പളവും വാങ്ങിയിരുന്നില്ലേ സൂര്യ. പക്ഷെ പാവം മാനസ, അവളെ നമ്മളിൽ നിന്ന് എന്ത് സ്വീകരിക്കാനാ? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്താ അവക്ക് കൊടുക്കേണ്ടത്? നീ എനിക്ക് വേറൊന്നും തരണ്ട ഭാവന. സൂര്യയെ എനിക്ക് തന്നാ മതി. തന്നില്ലെങ്കിൽ ഞാൻ സൂര്യയെ പിടിച്ചു വാങ്ങും, അല്ലെങ്കിൽ തട്ടിയെടുക്കും. അതിനു വേണ്ടി ഞാൻ ഏത് മാർഗവും സ്വീകരിക്കും. എന്റെ ലക്ഷ്യം തന്നെ സൂര്യയുടെ ഭാര്യ പദവിയാ ഭാവന. ഞാനൊരു അഭിപ്രായം പറയട്ടെ. പറയൂ സൂര്യ, എന്താ? നമുക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. മാനസികൊരു പയ്യനെ കണ്ടെത്തി നമ്മൾ തന്നെ എല്ലാ ചെലവും നടത്തി അവളുടെ കല്യാണം നടത്തിയാലോ? സൂര്യ, സത്യമായിട്ടും ഞാനിത് നിന്നോട് പറയാനിരിക്കുമായിരുന്നു. അത് മാത്രമല്ല, മാനസയുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് കമ്പനിയിലെ നല്ലൊരു പോസ്റ്റും കൊടുക്കണം. ഓക്കെ ഭാവന, ഉറപ്പായിട്ടും അമ്മയോടും അച്ഛനോടും ഞാൻ ഇക്കാര്യം പറയും. ഇപ്പോഴല്ല, താൻ വീൽ ചെറിയ എണീറ്റ ശേഷം. മതി സൂര്യ, നമുക്ക് അവൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അത്. പാവം, ഇത്രയും നന്മയുള്ള അവളെ നമ്മൾ വേണ്ടി സഹായിക്കാൻ. ആർക്ക് വേണം ഭാവന നിന്റെ ഔദാര്യം? നീ നോക്കിക്കോ. എന്റെ ലക്ഷ്യം സൂര്യയുടെ കമ്പനിയിലെ MD-യുടെ ചെയറ. അതെങ്ങനെ കൈക്കലാക്കണമെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ച് ആലോചിച്ച് നീ കൂടുതൽ വിയർക്കണ്ട. ഇനി അങ്ങോട്ട് പോകാം, അതാ നല്ലത്. ഹലോ, എനിക്കങ്ങോട്ട് വരാലോ? പിന്നെന്താ, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. വാ. എന്താ സൂര്യ, എന്തോ ഗൗരവമായ ചർച്ചയിലാണെന്ന് തോന്നുന്നു. ആ, ഞങ്ങളിങ്ങനെ ഭാവി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കായിരുന്നു. അയ്യോ, അപ്പോ ഞാനൊരു തടസ്സമായല്ലേ? ഞാനെന്നാ പോയേക്കാം. അതൊന്നും സാരമില്ല മാനസ. ഞങ്ങള് പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാ. കൂട്ടത്തില് നിന്റെ കാര്യവും പറഞ്ഞു. എന്റെ കാര്യോ? അതെന്താ? മാനസ വെറൊരു പാവമാണെന്നാ ഭാവന പറയുന്നത്. ബെസ്റ്റ്. ഞാൻ പാവമാണെന്നോ? എന്റെ ഫ്രണ്ട്സ് ഒന്നും ഇത് കേൾക്കണ്ട. അതെന്താ, മാനസ ചട്ടമ്പിയായിരുന്നോ? ആയിരുന്നോന്നോ? വെറും ചട്ടമ്പിയല്ല, നല്ല ഒന്നാതരം ക്യാമ്പസ് ചട്ടമ്പി. ക്യാമ്പസ് ചട്ടമ്പിയോ? ആര്, താനോ? അതെ സൂര്യ, കോളേജിൽ വരുന്ന പുതിയ പെമ്പിള്ളാരെ ട്യൂൺ ചെയ്യുന്ന ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. അവന്റെ പേര് മനു രാഘവൻ. അവനെ എന്നെയും ട്യൂൺ ചെയ്യാൻ വന്നു. ഞാൻ അവനെ കോളേജിൽ ഓടിച്ചിട്ട് തല്ലി സൂപ്പാക്കി. അങ്ങനെയാ എനിക്ക് ക്യാമ്പസ് ചട്ടമ്പി എന്ന പേര് കിട്ടിയത്. എന്തായാലും തന്റെ ഈ കഥ ഞാൻ വിശ്വസിക്കില്ല. എന്നാ വേണ്ട, ഞാൻ ഈ പറഞ്ഞ എങ്ങനെ തിരിച്ചെടുത്തു. അതിരിക്കട്ടെ, ഇന്നത്തെ സ്നാക്സ് ഭാവനയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. എന്റെയും കൂടെ ഹെൽപ്പ് ഉണ്ടായിരുന്നതാണേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇനി മുതൽ ഭാവനയ്ക്ക് എല്ലാരോടൊപ്പം ഡൈനിങ്ങിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാ പറയുന്നത്. നന്നായി, ഒരു ചേഞ്ചും ആവുമല്ലോ. അല്ലെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന്റെ സുഖം എവിടെ ഇരുന്ന് കഴിച്ചാലും കിട്ടില്ല. അതെ മാനസ, ഞാനും അങ്ങനെ ഒരു ചുറ്റുപാടിൽ വളർന്നു വന്നതുകൊണ്ട് എനിക്കത് നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മളൊക്കെ അണുകുടുംബം ആയതുകൊണ്ട് വലിയ വലിയ അനുഭവങ്ങളൊന്നും ഇല്ല, അല്ലേ മാനസ? പിന്നെ ഇതുപോലുള്ള കുടുംബക്കാരൊക്കെ ചേരുമ്പോ ഞങ്ങൾ ആസ്വദിക്കാറുണ്ട്. വരട്ടെ, എനിക്കൊരു വലിയ കുടുംബത്തെ പറ്റി ആലോചിക്കണം. മനസ്സിലായില്ല? അല്ല, മക്കളുടെ എണ്ണം കൂട്ടിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്.
ഇങ്ങ് വാ, ഞാനേ ചൂലെടുക്കും. ആ നീ ചിരിക്ക് ഭാവന, നിനക്കിപ്പോ അതിനല്ലേ കഴിയൂ. പാവം സൂര്യ വെറുതെ നിന്നെക്കുറിച്ച് സ്വപ്നം കാണാ, ഒരിക്കലും നിന്നിലൂടെ നടക്കാത്ത സ്വപ്നം. നീ എന്താ നിന്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞത്? അതിലും വലിയ പ്രശ്നത്തിലല്ലേ ആന്റി നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞോളാം. ഭാവനയ്ക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് സൂര്യക്കിനി ഭാവനയിൽ കൂടുതൽ പ്രതീക്ഷയുണ്ടാവും. അത് വേണം ആദ്യം ഇല്ലാതാക്കാൻ. പ്രതീക്ഷിക്കട്ടെ മോളെ, അവൻ എന്തൊക്കെ കണക്ക് കൂട്ടിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. സംസാരശേഷി മാത്രം പോരല്ലോ ദാമ്പത്യ ജീവിതത്തിന്. അപ്പോ ആന്റിക്ക് ബുദ്ധിയുണ്ടല്ലേ? ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. മോളെ, ഇനി എന്താ നിന്റെ മനസ്സിൽ? എന്നും ഭാവന എങ്ങനെ പരിചരിച്ച് കഴിയാന്നാണോ? ബെസ്റ്റ്. ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ഒന്നും ആന്റി കാര്യമാക്കണ്ട. എനിക്കറിയാം എവിടെ എപ്പോഴാണ് പ്രതികരിക്കേണ്ടതെന്ന്. ഒന്നും കാണാതെ ഞാൻ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കില്ലല്ലോ ആന്റി. എന്റെ അഭിപ്രായത്തിലും ഭാവനയെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് മാനസികമായി തളർത്തുന്നതാ. മനസ്സിലായില്ല. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഭാവനയ്ക്ക് സ്വന്തം ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നണം. അവൾ സൂര്യയ്ക്കും ഈ കുടുംബത്തിനും ഇന്ന് ഒരു ഭാരം മാത്രമായിരിക്കുമെന്ന് തോന്നണം. അങ്ങനെ തോന്നിപ്പിക്കാൻ പറ്റിയ ഭാവന തന്നെ സ്വയം ഇവിടുന്ന് പൊയ്ക്കോളും. അത് നല്ലൊരു ഐഡിയ മോളെ. അവൾ ഒരിക്കലും മറ്റുള്ളവർക്കൊരു ഭാരം ആവാൻ ആഗ്രഹിക്കില്ല. അങ്ങനൊരു നല്ല ചിന്ത കൂടി അവൾക്കുണ്ട്. എന്നാൽ അത് വേണം നമ്മൾ ആയുധമാക്കാൻ. അവൾക്കുള്ള വീക്ക്നെസ് ഒന്ന് കുടുംബം, 2 സ്വന്തം വ്യക്തിത്വം. ഇത് രണ്ടും വിട്ടൊരു കളിക്ക് അവൾ ഇല്ലെന്നാണല്ലോ ആന്റി എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ സൂര്യ അവളെ താലി കെട്ടും മുമ്പ്. ഇപ്പൊ അവക്ക് സൂര്യൻ പ്രധാനമാണല്ലോ. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആന്റി, ഇവിടെ നമ്മള് ഭാവനയുടെ ക്യാരക്ടർ വെച്ച് തന്നെ കളിക്കും. അതിനുള്ള സമയം വരട്ടെ. എനിക്കെന്തോ ഓരോ ദിവസം കഴിയും തോറും ടെൻഷൻ കൂടിക്കൂടി വരിക. ആന്റി വെറുതെ വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. ഇതൊക്കെ എനിക്ക് വിട്ടേക്ക്. എന്നാൽ ഇനി വൈകാതെ എന്തെങ്കിലും തീരുമാനിക്കണം. വരട്ടെ ആന്റി. ഇപ്പൊ ഒരു പ്രശ്നം നടന്നതിന്റെ ഹാങ് ഓവറിലാണല്ലോ എല്ലാരും. ഭാവനയ്ക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയെങ്കിലും ഭാവനയെ അപായപ്പെടുത്താൻ നോക്കിയത് ആരാണെന്നുള്ള ചിന്ത എപ്പോഴും സൂര്യയ്ക്കും ഭാവനയ്ക്കും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇനിയൊരു അവസരം വന്നാ അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്ന് ആന്റിയും കൂടി ചിന്തിക്കേ. ശരി മോളെ.